എങ്ങോട്ടാണ് ഈ കേരളത്തിന്റെ പോക്കെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. കടമെടുത്ത് മുടിഞ്ഞിരിക്കുമ്പോൾ ജീവനക്കാരുടെ ശമ്പളം, ക്ഷേമ പെൻഷൻ, മറ്റു ചെലവുകൾ എന്നിവയ്ക്കായി കേരളം 1225 കോടി രൂപ കൂടി കടമെടുക്കുന്നു. RBIയുടെ കോർ ബാങ്കിംഗ് സംവിധാനമായ ഈ കുബേർ സംവിധാനം വഴിയാണ് കടപ്പത്രങ്ങളുടെ ലേലം നടക്കുന്നത്. ഇതോടെ നടപ്പു സാമ്പത്തിക വർഷത്തിലെ കേരളത്തിന്റെ ആകെ കടം 31,972 കോടി രൂപയായി വർദ്ധിക്കും. വികസന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ വേണ്ടിയാണ് കടമെടുപ്പ് എന്നാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന വിശദീകരണം. ഡിസംബർ മാസം വരെ കടമെടുപ്പിൽ ബാക്കിയുള്ളത് 740 കോടിയാണ്. 17-ന് റിസർവ് ബാങ്ക് വഴിയാണ് പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കുന്നത്. ഈ മാസം രണ്ടാം തവണയാണ് കേരളം കടപ്പത്രം ഇറക്കുന്നത്. വകുപ്പുകളുടെ ബില്ലുകൾ മാറാനും മറ്റുമായാണ് 1225 കോടി രൂപ കൂടി അടുത്തയാഴ്ച സർക്കാർ കടമെടുക്കുക. ക്രിസ്തുമസിന് മുന്നോടിയായി 2-3 മാസത്തെ ക്ഷേമ പെൻഷനും നൽകാൻ ആലോചിക്കുന്നുണ്ട്. ഇതിനായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് 3000 കോടി കടമെടുക്കാനാണ് കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ചത്. നടപ്പു സാമ്പത്തിക വർഷത്തിൽ 37,512 കോടി രൂപ കടമെടുക്കാനാണ് കേരളത്തിന് കേന്ദ്രം അനുമതി നൽകിയിരുന്നത്. കിഫ്ബിയും പെൻഷൻ ഫണ്ട് കമ്പനിയും എടുത്ത വായ്പ സർക്കാരിന്റെ കടമെടുപ്പായി കണക്കാക്കി കുറച്ചതോടെ ഈ പരിധി 28,512 കോടിയായി കുറഞ്ഞു. പിന്നീട് പക്ഷേ കേന്ദ്രം പരിധി കൂട്ടി, ഇനിയും കൂട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് കേരളത്തിന് നിർണായകമാണ്. അല്ലാത്ത പക്ഷം ഈ സാമ്പത്തിക വർഷം പിണറായി സർക്കാർ വൻ പ്രതിസന്ധിയിലേക്ക് പോകും. ആദ്യം അനുവദിച്ച 28,512 കോടിയിൽ 21,253 കോടി രൂപ സെപ്റ്റംബർ 2-ന് തന്നെ കേരളം എടുത്തു തീർത്തു. എന്നാൽ ഓണക്കാലത്തെ ശമ്പളം, പെൻഷൻ പോലുള്ള ചെലവുകൾ അടക്കം പ്രതിസന്ധിയിലാകുമെന്ന് വന്നതോടെ സംസ്ഥാനത്തിന് അർഹമായ വിഹിതത്തിൽ നിന്നും കൂടുതൽ പണം കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. പൊതു അക്കൗണ്ടിലെ ശരിയായ കണക്കുകൾ വിലയിരുത്തി കൂടുതൽ വായ്പയ്ക്ക് അർഹതയുണ്ട് എന്നും കേരളം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതനുസരിച്ച് 4,200 കോടി കൂടി കേന്ദ്രം അനുവദിച്ചു. ഇതോടെ കടമെടുപ്പ് പരിധി 32,712 കോടിയായി. ഇനി ഇതിലുള്ളത് 740 കോടിയും. ജനുവരിയിൽ കൂടുതൽ പരിധി ഉയർത്തിയില്ലെങ്കിൽ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാകുമെന്ന കാര്യം ഉറപ്പാണ്. ഈ സാമ്പത്തിക വർഷത്തെ മൊത്തം കടമെടുപ്പ് പരിധി 37,512 കോടിയാണെന്നാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അതായത് ഇനിയുള്ള 3 മാസത്തേക്ക് കേന്ദ്രം അനുവദിച്ചാൽ 6,000 കോടി കൂടി എടുക്കാം. പക്ഷേ അതുകൊണ്ട് പ്രശ്നങ്ങൾ തീരില്ല. ശമ്പളം, ക്ഷേമ പെൻഷൻ തുടങ്ങിയ ഏറ്റുപോയ ചെലവുകളും ദൈനംദിന പ്രവർത്തനങ്ങൾക്കുമായി 15,000 കോടി രൂപ പ്രതിമാസം കേരളത്തിന് വേണം. പ്രതിമാസ വരവ് ശരാശരി 12,000 കോടി രൂപയാണ്. 3,000 കോടി രൂപയുടെ വ്യത്യാസം കടമെടുപ്പിലൂടെയും ചെലവ് വെട്ടിക്കുറച്ചുമാണ് കേരളം കണ്ടെത്തുന്നത്. കടമെടുപ്പ് പരിധിയിൽ 740 കോടി മാത്രം ശേഷിക്കെ ഇനി മുമ്പിലുള്ളത് വലിയ പ്രതിസന്ധിയാണ്. ഇതിനെ മറികടക്കാൻ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കാനും സാധ്യതയുണ്ട്. അതായത് 9,000 കോടിയെങ്കിലും അടുത്ത 3 മാസം കേരളത്തിന് കടമെടുപ്പിലൂടെ സ്വരൂപിക്കേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വിതരണം മുടക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. നടപ്പു സാമ്പത്തിക വർഷത്തിൽ 37,512 കോടി രൂപ കടമെടുക്കാനാണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത്. ഇതിൽ ഡിസംബർ വരെയുള്ള 21,253 കോടി രൂപ സെപ്റ്റംബർ 2-ന് തന്നെ കേരളം എടുത്തു തീർത്തിരുന്നു. ബാക്കി തുക 2025 ജനുവരി മുതലുള്ള കാലയളവിൽ എടുക്കാനാണ് സാധിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ അധിക വായ്പ എടുക്കാൻ ജനുവരിക്ക് മുമ്പ് തന്നെ അനുമതി കിട്ടി. ഇതുപ്രകാരം ഇനി ജനുവരി മുതൽ എടുക്കാനാകുക 5,540 കോടിയാണ്. ഇതുകൊണ്ട് ഈ സാമ്പത്തിക വർഷത്തെ 3 മാസം തള്ളി നിൽക്കുക എന്നത് അസാധ്യം തന്നെ. ട്രഷറി നിയന്ത്രണം കടുത്ത നിലയിൽ തുടരേണ്ട സാഹചര്യം ഉണ്ടായാൽ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ പദ്ധതി നിർവഹണം അവതാളത്തിലാവുകയും ചെയ്യും. ഈ 2 മാസങ്ങളിലായാണ് പദ്ധതി ചെലവിന്റെ ബില്ലുകൾ കൂട്ടത്തോടെ ട്രഷറിയിലേക്ക് എത്തുന്നത്. ക്രിസ്തുമസിന് മുമ്പ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ 3,000 കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് കടമെടുക്കുമ്പോൾ പ്രതിസന്ധി കൂടും. 4 മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത്. 6,400 രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാരനും ലഭിക്കാനുണ്ട്. ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി മദ്യം, പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് സെസ് ഏർപ്പെടുത്തിയത് വഴി ഖജനാവിലേക്ക് ലഭിച്ചത് 1,721.16 കോടി രൂപയാണ്. 2024 ഒക്ടോബർ 8 വരെയുള്ള കണക്കുകളാണിത്. ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടിയാണ് സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ട് KN ബാലഗോപാൽ 2023-24 ബജറ്റിൽ പ്രഖ്യാപിച്ചത്. എന്നിട്ടും ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി എന്നതാണ് വിരോധാഭാസം. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നയാൾ മരണപ്പെട്ടാൽ കുടിശ്ശിക അവകാശികൾക്ക് ലഭിക്കില്ല. സെസ്സിലൂടെ ലഭിക്കുന്ന തുക സംസ്ഥാനത്തിന്റെ സഞ്ചിത നിധിയിൽ വരവ് വയ്ക്കുകയും ക്ഷേമ പെൻഷനുകൾക്കുള്ള ചെലവുകൾ ബജറ്റ് ശീർഷകങ്ങളിൽ വകയിരുത്തിയ തുകയിൽ നിന്നും അപ്രോപ്രിയേഷൻ നിയന്ത്രണത്തിന് വിധേയമായി ചെലവഴിക്കുകയുമാണ് ചെയ്യുന്നത്.